ഇതിലും ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. 90 ഡിഗ്രി ഓപ്പൺ ഒരു ഡോർ സ്റ്റെറിയോ ഹാൻഡിൽ കൊടുത്തുള്ള സെക്കൻഡ് ഡോർക്കും. നമുക്ക് ഫ്രണ്ട് ഡോറും ഏകദേശം 90 ഡോറ് ഓപ്പൺ ആവും, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഇങ്ങനെ ഡോർ ഹാൻഡിൽ, സെക്കൻഡ് ഡോർ കയറി ഡോർ ഹാൻഡിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ട്രെൻഡിങ് ആയി മാറിയ കാര്യമാണ് EV കാർസ് അഥവാ ഇലക്ട്രിക് കാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മൾ കൂടുതൽ ടാറ്റ പഞ്ചാണ്. EVനെ കുറിച്ച് പറയുന്ന സമയത്ത് മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി ആയ വാഹനം കൂടിയാണ്. അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടും. നമ്മൾ സാധാരണ വാങ്ങിച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് എന്ന് പറയാം, EVയിലോട്ട് വരുമ്പോൾ നേരെ റേഞ്ച് എന്നാണ് അതിന് പറയുന്ന വാക്കെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ടും കൂടിയുള്ളൊരു പുതിയൊരു ടെക്നോളജിയാണ് EV കാർസ് എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ ടാറ്റയുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണ്, ടാറ്റ പഞ്ച് EVയുടെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം. ഇതാണ് ടാറ്റ പഞ്ച് EVയുടെ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. EVയെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ കാണുന്നതിന് മനസ്സിലാവും. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഗ്രിൽ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഫുള്ളി കവേർഡ് ഗ്രില്ലാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. താഴെ ചെറിയൊരു ഭാഗം മാത്രം ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഈ രണ്ട് പോർഷൻസ്, നമ്മൾ ഹോണ്ട രണ്ട് പോർഷൻസാണ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത്. ടാറ്റ ലോഗോ. ഇതിനകത്താണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ചാർജിങ് പോർട്ട് ഇതിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ DRLും കൊടുത്തിട്ടുണ്ട്, ഡാറ്റ റണ്ണിങ് ലാമ്പ്. ഇവിടെ തന്നെയാണ് 10 ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്വൈപ്പിംഗ് രീതിയിലായിട്ടുള്ള ഒരു 10 ഇൻഡിക്കേറ്റേഴ്സ് ഈ വാഹനത്തിൽ വന്നുള്ളത്. താഴെ നമ്മൾ LED പ്രൊജക്റ്റഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. നേരെ താഴെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹൗസിങ് നമ്മൾ ടാറ്റ ഐഡൻറ്റിറ്റി പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഹൗസിങ് ആ ചേർന്നിട്ട് നേരെ ഒരു ഗ്രില്ലോട് ഒരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൂടി നമ്മൾ ടാറ്റ ഐഡൻറ്റിറ്റി നമുക്ക് തോന്നിക്കും. ആ രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പേഴ്സണലി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലായിരിക്കും ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടൊരു EV കാറാണെന്ന്, കണ്ടോ. ചെറിയൊരു EV കാറാണ്. നമ്മളൊരു എൻട്രി ലെവൽ കാർ നോക്കിയാൽ നല്ലൊരു ഓപ്ഷൻ കൂടിയാണിത്. ഇതിന് നേരെ താഴെയാണ് ടിയാഗോ എന്ന് പറയുന്നത്, ഒരു EV കാർ. ഇപ്പോൾ ഓവർ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. നമ്മൾ നേരെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് നിൽക്കുന്നത് ഈ ഒരു അലോയ് വീൽസ്. ടാറ്റയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന അലോയ് വീൽസാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 16 ഇഞ്ച് അലോയ് വീൽസ് കൊടുത്തിട്ടുള്ളത്. 4 സ്പോക്ക് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഡുവൽ ടോൺ കളർ രീതിയിലാണ് ആ ഒരു അലോയ് വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 4 സ്പോക്ക് ടാറ്റയുടെ ലോഗോ കാരണം കൊടുത്തിട്ടുണ്ട്, വീൽ ആർച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോട്ട് EVയിലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. EVന് കാരണം ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 10 മിറേഴ്സ് കൊടുത്തിട്ടുള്ള തന്നെ ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് എൻ്റെ പോകുന്ന സമയം നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ നേരെ താഴെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ, കണ്ടോ. ആ ഒരു വീൽ ആർച്ചിൻ്റെ നേരെ ഇറങ്ങി വന്ന ഒരു കാർഡ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീല ബാക്കിൽ വന്നുള്ളത് 16 ഇഞ്ച് അലോയ് വീൽസ് കൂടി വീലാണ് ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്. 4 വീലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. നമ്മളെ സൈഡ് പ്രൊഫൈൽ കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ടെയിലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, കണ്ടോ. ഒരു ക്യൂട്ടായിട്ടുള്ള ടെയിലാമ്പാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ടാറ്റയുടെ ലോഗോ, നമ്മൾ റിവേഴ്സ് ക്യാമറയുടെ ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഞ്ച് EV എന്നുള്ള ബാച്ച് കൊടുത്തു, punch.ev അതാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റാർ പോലത്തെ ലോഗോ കൊടുത്തത് നമ്മളെല്ലാം അത് ടാറ്റയുടെ വാഹനത്തിൽ കാണുന്ന ഒരു പീസിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്, എയർ ഫ്ലോ കറക്റ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിഫ്യൂസർ, ബാക്ക് ബമ്പർ ഒരു ഗൺമെറ്റിൽ ഫിനിഷിൽ ബാക്ക് ബമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ചെറിയൊരു പോർഷൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. നടുവിൽ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, ഭംഗിയുണ്ട്. പാർക്ക് സെൻസേഴ്സും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നേരെ ലോഗോ, അതുപോലെ തന്നെ ഡിഫോക്കൽ ലൈൻസ്, വൈപ്പർ, പിന്നെ ഇവിടെ ഒരു എനിമലിൻ്റെ പിക്ചർ കൊടുത്തു. ഇത് എന്തിനാന്നുള്ള അറിവ് ജസ്റ്റ് കമ്പയർ ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഷാർഫിൻ ആൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പോയിലർ കൊണ്ടും സ്റ്റോപ്പ് ലാമ്പും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബൂട്ട് സ്പേസ് ജസ്റ്റ് നോക്കുക. ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയ കാരണമാണ് അത് കൊടുത്തുള്ളത്. ഇത് നമ്മളെ ചാർജ് ഫോട്ടോ കൊടുത്തുള്ളത്, ചാർജ് ചെയ്യുന്നതാണ് കൊടുത്തുള്ളത്, കണ്ടോ. ഇത് കണക്ട് ചെയ്താൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് ശരിക്കും ഒരു തോക്കൊക്കെ പോലെ തോന്നും ഈ ഒരു ചാർജ് കണ്ടിട്ട്. വണ്ടിയുടെ ചാർജറാണ് അത്. പാക്കിലൊരു ബാഗും കൊടുത്തിട്ടുണ്ട്. ഇത് വണ്ടിയുടെ എന്തോ പാർട്സാണ്, കറക്റ്റ് എനിക്കറിയില്ല, ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ താഴെ ടൂൾ കിറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ജാക്കി ട്രയാങ്കിളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. EV കാർസിന് പൊതുവേ സ്പെയർ വീൽ ഉണ്ടാവില്ല. ഇനി ഇത് ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഓപ്പൺ നോക്കട്ടെ അവിടെ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ. പാർസൽ ട്രേയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലോസ് ചെയ്യാൻ മാനുവലി ഹാൻഡിലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതടക്കാൻ കുറച്ച് പണി, ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്ന് അമർത്തിയിട്ട് അടക്കണം, എന്നാലും അത് ക്ലോസ് ആവുള്ളൂ. നമ്മൾ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര പ്രീമിയം ലുക്ക് കൊടുക്കുന്ന ഇൻറ്റീരിയറാണ്, ഒരു റിച്ച് ഫീൽ കിട്ടുന്ന ഒരു ഇൻറ്റീരിയർ ഈ വാഹനത്തിൽ വന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ ടാറ്റയുടെ പ്രീമിയം സെഗ്മെൻറ്റിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു യുണീക്കായുള്ളൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
സ്റ്റിയറിംഗ് വീല് ഇല്ലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീലേ കൊടുത്തുള്ളൂ. ടാറ്റ മിക്ക വണ്ടിയിൽ കൊടുക്കുന്ന പോലെ ഇല്ലുമിനേറ്റഡ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഓണാക്കി നമ്മളെ ടാറ്റ ലോഗോ ഓപ്പൺ ആയി വരുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ ക്രൂയിസ് കൺട്രോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, മീഡിയ കൺട്രോൾസ് ബട്ടൺ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് നമ്മൾ ക്ലസ്റ്റർ വേണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. മീഡിയ, നാവിഗേഷൻ, നോട്ടിഫിക്കേഷൻ, അങ്ങനെ കുറച്ച് കണക്ടിവിറ്റിയാണ്. എമർജൻസി ഇൻഫോ, സെറ്റിങ്സ്, റേഞ്ച്. ഇപ്പോൾ ഏകദേശം 279 റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. 279 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏകദേശം 92% ചാർജ് ഈ വാഹനത്തിലുണ്ട്. നമ്മൾ ഇൻഫോടൈംസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവായ ഇൻഫോടൈം സിസ്റ്റം അതിൽ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ. ആൻഡ്രോയിഡോ, ആപ്പിൾ കാർപ്ലേ, ആമസോൺ അലക്സ, ക്ലൈമറ്റ്, അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിലും ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, സൗണ്ട് ഡെമോ എന്ന് പറയുന്നത്. നേരെ ബാക്ക് മെനു പോയിട്ട് ഭയങ്കര റെസ്പോൺസീവാണ്. പിന്നെ ആപ്പിൾ കാർപ്ലേ, നമ്മൾ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ബീച്ച് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ചുറ്റും ഒരു ബീച്ച് കളർ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് ബീച്ച് കുറച്ച് ഇഷ്ടം കുറവാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ബോയ്സിന് കൂടുതൽ ഇഷ്ടം ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഇന്ത്യയിലാണ്. അത് മാത്രമല്ല ഇത് വേഗം ചളിയാവും, അങ്ങനത്തെ ഒരു നെഗറ്റീവ് പറയേണ്ടി വരും. പിന്നെ താഴേക്ക് ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. AC കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ എന്താ വെച്ചാൽ നമ്മളെ ഫ്രണ്ടിലത്തെ ചാർജർ യൂണിറ്റ് ഓപ്പൺ ആക്കുന്ന ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെ ഹിൽ അസിസ്റ്റ് കൺട്രോൾ, ഹസാർഡ് ലാമ്പ്, ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കുന്ന ബട്ടൺ. പിന്നെ ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ AC കൺട്രോൾ, നമ്മളെ വിൻഷീൽഡിലേക്ക് AC കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് കൺട്രോൾസുകൾ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, അതുപോലെ ഒരു USB പോർട്ടും ഒരു C പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വാട്ടിൻ്റെ ചാർജും സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കീ വന്നുള്ളത്. നമ്മുടെ നോർമൽ കീ ആണ് ടാറ്റ ഇതിൽ കാണുന്നത്. ലോക്ക് അൺലോക്ക്, ബൂട്ട് സ്പേസ്, ഹെഡ് ലാമ്പിൻ്റെ ഒരു ബട്ടൺ കൊടുത്തത്. പിന്നെ ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തുള്ളത്. ഇത് നമ്മുടെ ട്രാൻസ്മിഷൻ ഇങ്ങനെ. ഇത് നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് നമ്മൾ റിവേഴ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് നമ്മൾ ക്യാമറ ഓപ്പൺ ആയി വരും, റിവേഴ്സ് ക്യാമറ. അത് കഴിഞ്ഞിട്ട് ന്യൂട്രൽ വരും. പിന്നെ ഡ്രൈവ്, അങ്ങനെ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മളെ ഡ്രൈവ് മൂഡ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സ്പോർട്സ് മോഡ് ആക്ടിവേറ്റഡ് ആയി. അതുപോലെ തന്നെ വേറൊരു മോഡും കൂടെ ഉണ്ട്, എക്കോണമി ഡ്രൈവ് മോഡ്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വന്നുള്ളത്, ഓട്ടോ ഹോൾഡ്. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ്, ഇവിടെ നമ്മൾ വേണമെങ്കിൽ കീ വെക്കാം. ചെറിയൊരു പോർഷൻ, അല്ലെങ്കിൽ നമുക്ക് കോയിൻസ് ഒക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തുള്ളത്. പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മാഗ്നറ്റ് ആട്ടോ, കണ്ടോ, ക്ലിപ്പല്ല, മാഗ്നറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തുള്ളത്. ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റിയ നോർമൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓട്ടോ ഡിമ്മിങ് ആയാലൊരു ഡ്രൈവ് മിറർ കൊടുത്തിട്ടുണ്ട്, സൺ റൈസ്, പിന്നെ SOSൻ്റെ ബട്ടൺ, ലാമ്പ്, LED ലാമ്പ് കൊടുത്തിട്ടുള്ളത്. നല്ല വിസിബിലിറ്റി ഉണ്ട് ഈ ലാമ്പിന്. ഇവിടെ നമുക്കൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തില്ല, ലാമ്പ് വന്നിട്ടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ. നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ലൈറ്റ് ആട്ടോ. സ്റ്റിയറിംഗ് വീല് കൊറ്റയാണ് തിരിച്ചെടുക്കുക, അത്രയും ലൈറ്റാണ് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സാണ് ഈ ഫാനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ അപ്പോസ്റ്റിനും തൈസോപ്പൊട്ടൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് വരും നമുക്ക് ഈ യാത്രയിൽ. കട്ടാക്കിക്കോ 5 മിനിറ്റ്. അപ്പോൾ സെക്കൻഡ് റോക്ക് കയറാൻ ഡോർ ഹാൻഡിൽ ഇവിടെയാണ് കൊടുത്തുള്ളത്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ഇതാണ്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺലോക്ക് ആവും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ. സെക്കൻഡ് റോ കയറാൻ ഡോർ ഹാൻഡിൽ ഇവിടെയാണ് കൊടുത്തുള്ളത്. 90 ഡിഗ്രി ഓപ്പൺ ഒരു ഡോർസ് ഈ ഹാൻഡിൽ കൊടുത്തുള്ളത് സെക്കൻഡ് റോക്കും. നമുക്ക് ഫ്രണ്ട് ഡോറും ഏകദേശം 90 ഡോറ് ഓപ്പൺ ആവും, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ ഇന്ത്യയിലേക്ക് കയറി നോക്കാം. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സ് തന്നെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ലെഗ് റൂം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റൂം അത്യാവശ്യം നല്ല ഹെഡ് റൂമും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ലോങ് ഡ്രൈവിങ് സുഖമായിട്ട് നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ യാത്രയിൽ നല്ല ഫീലായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം. അതാണ് ഈ ഒരു EVയുടെ ഗുണം എന്ന് വെച്ചാൽ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാധാരണ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടി EVയിൽ കുറച്ചും കൂടി ഇനീഷ്യലി പുള്ളിങ് ഉണ്ടാവും. നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്നപ്പോൾ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് അറിയാൻ പറ്റും, ലാഗ് ഫീൽ ചെയ്യില്ല. അതാണ് അതിന് ഒരു മാറ്റം ഉള്ളത് EVയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിൽ. അപ്പോൾ ഇതാണ് punch.evയുടെ ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത്. 25-35 kWh ഒരു ബാറ്ററി സിസ്റ്റം ഈ വാഹനത്തിൽ വന്നുള്ളത്. ഏകദേശം 420 സംതിങ് 421 റേഞ്ചാണ് ഈ വാഹനം ഫുള്ള് ചാർജിൽ പ്രതീക്ഷിക്കേണ്ടത്. അത്രയും റേഞ്ച് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും. അത് മാത്രമല്ല, ഇത് നമ്മൾ നോർമൽ ഓട്ടോമാറ്റിക്
ഗിയർ ബോക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ പുള്ളിങ് ഇതിൽ കൂടില്ല, തീരെ ലാഗില്ല ഫീൽ ചെയ്യില്ല ഈ വാഹനത്തിൽ. നമ്മൾ ആക്സിലേറ്റർ ചവിട്ടും അപ്പോൾ തന്നെ നമുക്ക് റെസ്പോൺസ് അറിയും ഈ ഒരു EVയുടെ. ഇതൊരു മെയിൻ ഹൈലൈറ്റ് ഈ വാഹനത്തിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള പഞ്ച് EVയുടെ ഡീറ്റെയിൽസ് എന്ന് പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യുക, പ്രൈസും കാരണം അറിയാൻ വേണ്ടി അവരെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വണ്ടീനെ കുറിച്ചുള്ള ഇനി ഡൗൺ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ലോൺ ബൈ ബന്ധമുള്ള കാര്യങ്ങളൊക്കെ അവരായിട്ട് കോൺടാക്ട്. നമ്പർ കാണാതെ താഴെ കൊടുത്തിട്ടുണ്ട്. ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് തിരൂർ പാലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരൂർ ചമ്മരട്ടം റോഡ് BP അങ്ങാടിക്ക് അടുത്താണ്. നിയർ സ്കോഡർ ഷോറൂമിൽ അടുത്ത് തന്നെയാണ് ടാറ്റ KVR ഷോറൂം വരുന്നത്. അപ്പോൾ അടുത്ത വീട്ടിലെ ചെറിയൊരു